ചക്കിടി ചിക്കാൻ ചാഞ്ചാ ചിങ്ക് ചക്കിടി ചിങ്ക് ചക്കിടി ചിക്കാൻ ചാഞ്ചാ. ഹലോ ഗായ്സ്, ടോട്ടോ വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആ ക്യാമറയുടെ എക്സിബിഷനിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് വന്നേക്കാണ്. ഇവിടെ കണ്ട ഗൈസ്, ഇവിടെയൊക്കെ ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് പറ്റുകയാണെങ്കിൽ ഞാൻ മേലെ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കട്ടെ. ഇവിടേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ബിലോ. എനിക്ക് അവിടത്തേക്കാളും കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു സറൗണ്ടിങ്സും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങളിത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലായി ഉണ്ടാവില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കമോൺ, കണ്ട. ഇപ്പൊ അവളിപ്പോ ഇവിടെ ഇങ്ങനെ മുട്ടുകുത്തിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇവള് എലിയായിട്ട് വരുമ്പോ ഈ പൂച്ചക്കുട്ടി തിന്നാൻ വരണു. മനസ്സിലായി നിങ്ങൾക്ക്? ഇപ്പൊ ഈ ജിറാഫിന്റെ മുമ്പിൽ ഒരാൾ നിൽക്കും. അപ്പൊ ഇതിനെ പേടിച്ചിട്ട് ഇങ്ങനെ നിക്കണം. അപ്പൊ ഇങ്ങനെ നക്കാൻ വരണ പോലെ ആ ഒരു ഇത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഒരു ഫോട്ടോ ഇങ്ങനത്തെ ഒരെണ്ണുണ്ട്, അത് ഞാനിവിടെ കൊടുക്കാം. ഈ ചെരുപ്പിൻ്റെ അടിയിൽ നിൽക്കുക, എന്നിട്ട് കൈ ഇങ്ങനെ പിടിക്കുക, പേടിക്കണ പോലെ. അപ്പോൾ ചെരുപ്പ് നമ്മൾ ഇട്ടിക്കാൻ വന്നതുപോലെ. അങ്ങനെ ഓരോ ഇതുകളാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അവര്, അല്ലേ തക്കു ബേബി? പിന്നെ അവിടെ ഒരാൾ നിൽക്കുമ്പോൾ ഒരാളിനെ ചവിട്ടിക്കൊള്ളു. അതൊക്കെയാണുള്ളത്. കുംഫുകാരുടെ ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നിങ്ങളിത് കണ്ട, ഇതേപോലെ നിൽക്കണം. ഇവള് ഇവിടെ നിന്നു, ഞാൻ അവിടെ നിന്നു. അതേ നമുക്ക് ചിറക് വെച്ച പോലെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ നിന്നിട്ട് എടുക്കുക. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതാണ് ഇങ്ങനെ വരച്ച് വെച്ചത്. നമ്മൾ പോയി കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് ഇവിടെ വന്നിങ്ങനെ നിൽക്കാം. കണ്ട, അടിപൊളിയായിട്ടില്ലേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഇവിടെയൊക്കെ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നു, നോക്കിക്കോ. നമ്മുടെ റോസുക്കുട്ടിയാണ് ആദ്യം നിൽക്കുന്നത്. റോസുക്കുട്ടിക്കൊരു പേടിയില്ലാത്ത പോലെ ആട്ടോ നിൽക്കുന്നത്. ഞാൻ അങ്ങനെ പേടിച്ചിട്ട് നിൽക്കണണ്ട. അങ്ങനെയൊക്കെയാണ് നിൽക്കേണ്ടത്. നീലില്ല. അയ്യോ, അവിടെ അപ്പുറത്തെ കോഴിയില അവരൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇതിൽ കണ്ട ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ കണ്ട ഒരു ഇതുപോലെ നമുക്ക് കിട്ടിയതാണ്ട ഫ്രെയിം. അത് കണ്ട, അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അടിപൊളിയാണ്. ഇതിൽ നീയില്ല. പെട്ടെന്ന് കാണുമ്പോൾ ശരിക്കും ഒരു കുളം പോലെയൊക്കെ ഉണ്ട് കേട്ടോ അത്, അല്ലേ? ഞാനിവിടെ ഒരെണ്ണം നിർത്തിയിട്ടുണ്ടായിരുന്നു, ഈ കോട ഇങ്ങനെ പിടിക്കണ പോലെ. ആ കോടയുടെ കാല് ഇവിടം വരെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെ ഊട്ടി ഒരു അടിപൊളി ഫീലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഊട്ടി. അതേ കാള ഇടിക്കാൻ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കണുണ്ട്. ഇങ്ങനെ ഓരോന്നും എടുക്കാൻ പറ്റും. അപ്പം നല്ല രസമുണ്ടാവും. അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതാണ്. നമ്മൾ പെട്ടെന്നാണ് ഇത് എന്തിട്ട് ഇതയ്യേ എന്ന് തോന്നിയെങ്കിലും ശരിക്കും നോക്കുമ്പോൾ അതിൻ്റെ അടിപൊളി വെക്കും. ഇവള് നമ്മള് മറ്റോണം ഇരിക്കില്ലേ, അതന്നെ അതിന് ഇരിക്കണ പോലെയൊക്കെ ആയിരുന്നു ഇരിക്കണ്ടേന്ന്. കണ്ട ഗൈസ്, നമ്മുടെ തക്കു ബേബി കുളത്തിൻ്റെ ഉള്ളിൽ പോയിട്ടൊക്കെ ആട്ടോ നിൽക്കുന്നത്. ഞാൻ മാലാഖ കുഞ്ഞായി എന്തൊരു ഞാൻ അതിന്റെ സൈഡിൽ ആ പൂച്ചയുടെ ആയിൽ എന്ന് പറഞ്ഞ ആയിൽ അവിടെ നിൽക്കുന്നുണ്ട്. മാതാവാണെങ്കിലും മാലാഖയാണെങ്കിലും സാത്താന്റെ സ്വഭാവം. ചേച്ചി നിനക്ക് ഞാൻ ഉദ്ദേശിച്ചതല്ല. മാലാഖയാണെങ്കിലും കുശുമ്പിന്റെ സ്വഭാവം. പിന്നെ ചേച്ചി ഞാൻ അവിടുത്തെ പറഞ്ഞല്ലേ. അപ്പൊ അത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ നിൽക്കാം. അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നതാണ്. ചെരുപ്പിങ്ങനെ ഇടിക്കാൻ വരുമ്പോ നിങ്ങൾ പേടിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നമുക്ക് നമ്മുടെ തക്കു ബേബീനെ ഒന്ന് പേടിപ്പിക്കാം ഗൈസ്. ഇപ്പൊ ഒരു തക്കു പേടിച്ചില്ല ഗൈസ്, പക്ഷെ നൈസായിട്ടുള്ള മൂത്രം ഒഴിക്കുന്നുണ്ട് ആയിരിക്കോടെ പേടിച്ചിട്ട്. നമ്മൾ പാലത്തോടെ കഷ്ടപ്പെട്ട് ആ ഒരു ഫീലാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാനൊരു റെഡ് സോക്സ് ഒക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. എൻ്റെ ഈ സ്വെറ്റർ അല്ല, എൻ്റെ ഈ ഒരു കോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ഈ റോസിൻ്റെ ഡ്രസ്സ് കാണുമ്പോൾ ഡ്രസ്സ് ഇട്ട ഫീൽ. ബെസ്റ്റ് കണ്ട, ഇങ്ങനെയൊക്കെ നമുക്ക് നിൽക്കാൻ പറ്റും. ആ ബോളിൻ്റെ ഉള്ളിൽ ഞാൻ അകപ്പെട്ടു. ആ ഒരു തീമൊക്കെയാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് നോക്കുന്നുണ്ട്. ഇവള് ചിരിച്ചിട്ടേ ഇരിക്കണം. ശരിക്കും അങ്ങനെയല്ല ഇരിക്കുന്നത്. എനിക്കൊരു കോമൺ സെൻസ് ഇല്ലേ ഗൈസ്. നമ്മുടെ കുഞ്ഞു ബോളിങ്ങനെ അല്ല, ഇതിങ്ങനെ പൊട്ടിക്കാൻ ഉള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. പിന്നെ ഇതേ ഞങ്ങള് കുപ്പിയുടെ ഉള്ളിൽ അടഞ്ഞു ഗൈസ്. പിന്നെ ഇതേ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി. ഇപ്പോഴാണ് നമ്മൾ കാലിൽ തണുപ്പ് വെക്കാൻ പോകുന്നത്. തണുപ്പ് കൊടുന്തണുപ്പ് എന്തിനാ വെക്കാൻ പോണ ഇവിടെ തന്നെ, അല്ലെങ്കിൽ തണുപ്പില്ലേ? ഇതാണ് ഗൈസ്. ഉയ്യോ, ഞങ്ങൾ ഇവിടെ ഒരു മുട്ടത്തൊണ്ടൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഞങ്ങൾ തലയിട്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ അയ്യോ ഇതിന്റെ പേരെന്തുണ്ട്? അയ്യോ എന്റെ പേര് ജിറാഫിത. മിണ്ടാട്ടുന്നതിന്റെ പേര് ഡൈനോസർ. എനിക്ക് അതിന്റെ പേര് ഇട്ടുണ്ട്. ഡൈനോസറിന്റെ ശരിക്കുള്ള എല്ലാണ് ഇവിടെ വെച്ചേക്കണേന്നാണ് ഇവര് പറയുന്നത്. എനിക്കായിട്ട് അറിയില്ല. ജിറാഫ് അല്ല ഡൈനോസർ. കണ്ടിട്ട് നിങ്ങൾ ആരും ജിറാഫാന്ന് പറയരുത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും നിങ്ങൾ കോമൺ സെൻസ് ഇല്ലാത്തവരാണ്. അങ്ങനെയുള്ളവരെല്ലാം നിങ്ങളെന്ന് എനിക്കറിയാം. ബട്ട് ഈ റോസ് കുട്ടി അങ്ങനെയുള്ളതാണ്. നിങ്ങളുടെ സ്കൂൾ എവിടെയാണെന്നും ഏതാ സ്കൂളെന്നും ഒന്ന് കമന്റ് ബോക്സ് ബിലോ. നിങ്ങൾ എത്രയിലാന്നും കമന്റ് ബോക്സിലില്ല. ഓക്കെ, കല്യാണം കഴിഞ്ഞവരുവല്ലാണെങ്കിൽ അല്ലേ? അയ്യോ തല മുറിച്ചിട്ടു. ഇത് വലിയൊരു കാലാണ് ഗൈസ്. നമ്മുടെ ഇതിന്റെ കാലാണ്. ദേ ഇവിടെ കുറച്ച് മുട്ടത്തൊണ്ടൊക്കെ ഉണ്ട്. അതിലായിരുന്നു ഞങ്ങള് മുട്ടത്തൊണ്ടിന്റെ ഉള്ളിൽ തലയൊക്കെ ഇട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. അതിന് ശേഷം നമ്മുടെ കരയായിരുന്നു. അപ്പൊ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്, ഷെയർ, ബൈ.